യുദ്ധക്കളമായ പശ്ചിമേഷ്യയിൽ 5-ാം ദിവസവും സംഘർഷം അയയുന്നില്ല. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും കനത്ത വ്യോമാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. തലസ്ഥാനമായ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും മിസൈൽ വർഷം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഭരണകൂടം തകർച്ചയുടെ വക്കിലാണ് എന്നും എപ്പോൾ വേണമെങ്കിലും ചീട്ടുകൊട്ടാരം പോലെ വീഴുമെന്നും ശക്തമായ സന്ദേശവുമായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് രംഗത്തു വന്നു. പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ വീഡിയോയിലൂടെയാണ് മൊസാദ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാനും ശക്തമായ പ്രത്യാക്രമണം തുടരുകയാണ്. 17-ാം ഘട്ട വ്യോമാക്രമണം ആരംഭിച്ചതായി IRGC വ്യക്തമാക്കി. 40 മിസൈലുകൾ പുതുതായി വിക്ഷേപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം കുടുംബത്തോടൊപ്പം രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശം നൽകി. കറാച്ചിയിലും ലാഹോറിലുമുള്ള കോൺസുലേറ്റുകളിൽ ഇനി അടിയന്തര സേവനങ്ങൾ മാത്രമേ ഉണ്ടാകൂവെന്നും അറിയിപ്പുണ്ട്. വിമാനവാഹിനിയടക്കം ഇറാന്റെ 17 കപ്പലുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന അമേരിക്കയുടെ സൈനിക നടപടി കൂടുതൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. 50,000-ഓളം സൈനികരെയും 200 യുദ്ധവിമാനങ്ങളുമാണ് സൈനിക നടപടിക്കായി അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഇടപെടൽ ഇല്ലാതാക്കാൻ അമേരിക്കൻ മേഖലയിൽ നേവി കൂടുതൽ സജ്ജമാവുകയുമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കങ്ങൾ തടയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഘർഷം ശക്തമാക്കാനുള്ള ഇരുവിഭാഗങ്ങളുടെയും നീക്കം പോർമുഖം കടുപ്പിക്കുന്ന സാഹചര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മാനുഷിക ദുരന്തത്തിൻ്റെ നാളെയിലേക്കാണോ നയിക്കുന്നത്? ഈ യുദ്ധം എങ്ങോട്ട് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, കേംബ്രിഡ്ജ് മുൻ മേയർ, ഒപ്പം ശ്രീ മിഥുൻ വിജയകുമാർ, വിദേശകാര്യ നിരീക്ഷകർ എന്നിവർ തത്സമയം ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അതിനു മുമ്പ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഏറ്റവും ഒടുവിൽ കപ്പൽ തകർത്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇറാൻ അമേരിക്കയുടെ കോൺസുലേറ്റുകളെ അടക്കം ലോകരാജ്യങ്ങളെ ഒന്നാകെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. അഭിലാഷ്, കപ്പലിൻ്റെ വിവരങ്ങൾ ആദ്യം നൽകുകയാണെങ്കിൽ 87 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അതിൽ 87 പേരുടെ മൃതശരീരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടാകാം എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു. സ്വാഭാവികമായും 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം സമാനമായ ഒരു ആക്രമണം സഞ്ചരിക്കുന്ന ഒരു കപ്പലിന് നേരെ ഉണ്ടായതായി അറിവില്ല എന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പീറ്റ് ഹെഗ്സെത്ത് നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപിനെ വകവരുത്താൻ ഇറാൻ തയ്യാറായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. സ്വാഭാവികമായും തെറ്റായ വാർത്തകൾ പലതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവിടെ നിന്നുള്ള ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില ആഗോളതലത്തിലുള്ള ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി പല രാജ്യങ്ങളെയും പിടിച്ച് കുലുക്കിയേക്കുമെന്ന ആശങ്കയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിയുന്നു. കൊറിയയിലൊക്കെ ചരിത്രത്തിൽ ഏറ്റവും ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലൊക്കെ ഏറ്റവും താഴെത്തട്ടിലേക്ക് അവിടുത്തെ ഓഹരി വിപണി വീഴുന്നു. പലയിടങ്ങളിലും ഈ ഓഹരി വിപണിയുടെ ക്രമാതീതമായ വീഴ്ച തടയാൻ നിർത്തിവെക്കൽ നടപടി വരെ എടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആകെ ഒരു പ്രത്യാശയോടൊരു നേരിയ കിരണം വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന ഒരു പ്രത്യേക ദൂതനെ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയക്കും എന്ന് വ്യക്തമാവുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഒരു പ്രത്യേക ദൂതനെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ച് സമാധാന ശ്രമങ്ങൾക്കായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതിൻ്റെ നേതാക്കളുമായ രാഷ്ട്രത്തലവന്മാരുമൊക്കെയായി സംസാരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ യുദ്ധം നീളും എന്ന കാര്യത്തിൽ തർക്കമില്ല.
അത് അമേരിക്ക കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഈ ചൈനീസ് ഇടപെടൽ ഒരുപക്ഷെ ചെറിയ തോതിൽ ഇതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ തുർക്കിയിലേക്ക് ഒരു മിസൈൽ പോയത് അവർ അതീവ ഗൗരവത്തോടെ എടുക്കുന്നു. ഇറാനിയൻ ദൂതന്മാരെ അങ്ങോട്ടേക്ക് ഡിപ്ലോമാറ്റുകളെ തുർക്കി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പോകാനുണ്ടായ സാഹചര്യമെന്ത് എന്ന് ഈ തുർക്കി എയർ സ്പേസിന് മുകളിലൂടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇറാനിൻ്റെ ഇങ്ങനെ പോകാനുള്ള സാഹചര്യമെന്ത് എന്ന് അവർ ആരായുന്നു. നാറ്റോ ഈ മിസൈൽ നിർവീര്യമാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചു. അപ്പോൾ തുർക്കി ഇത് ഒരു സവിശേഷമായ ഒരു സാഹചര്യമായി ഉയർത്തിക്കാണിക്കുകയാണ്. ഏതായാലും ഈ വാങ്ങിയുടെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള ഈ ഒരു ചൈനയുമായുള്ള ഈ സംഭാഷണത്തിൽ ആദ്യം അദ്ദേഹവുമായിട്ടായിരിക്കും സംഭാഷണം നടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും UAE ഫോറിൻ മിനിസ്റ്ററും ചോദിക്കുന്നത് ഈ ചൈനയുടെ ചില നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് പരിഗണിക്കാം എന്നൊരു വാക്ക് അവിടെ നിന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ മധ്യേഷ്യയിലെ രാജ്യങ്ങൾ ചൈനയുമായി ഈ സമാധാന ദൗത്യത്തിൽ കൂടുതൽ സഹായിക്കുമോ എന്ന, അല്ലെങ്കിൽ അതുമായി ഒത്തുചേരുമോ എന്ന ഒരു പ്രതീക്ഷയ്ക്കൊക്കെ അത് വഴി നൽകുകയാണ്. പക്ഷേ അത് എന്തെങ്കിലും അതിൽ ഒന്ന് കോൺക്രീറ്റായി പറയാനുള്ളൊരു സാഹചര്യം എത്തിയിട്ടില്ല. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് 5000-ഓളം മ്യൂണിഷൻസാണ് ഇന്ന് ഇറാനിലേക്ക് വിക്ഷേപിച്ചത് എന്ന് പറയുന്നു. അവരുടെ എക്സിലെ പോസ്റ്റാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അവിടെ എയർ സുപ്പീരിയോറിറ്റി തങ്ങൾക്ക് തന്നെ എന്ന് തെളിയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ വ്യോമപാതയിൽ അല്ലെങ്കിൽ വ്യോമ അതിർത്തി മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്ന തരത്തിലേക്ക് ശക്തമായ ഒരു ആക്രമണം അഴിച്ചുവിടാൻ കഴിഞ്ഞു എന്നവർ പറയുന്നു. തെഹ്റാനിലേക്ക് ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്ന് അവർ പറയുന്നു. സ്വാഭാവികമായും ഇത് ഏത് തരത്തിലേക്ക് ഇനി യുദ്ധം നീളുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അഭിലാഷ്, യെസ്, അതാണ് എല്ലാവരുടെയും കണ്ണുകൾ. ഇനി ഏത് നിലയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. ഞങ്ങളോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഇതിപ്പോൾ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണോ? നേരത്തെ ട്രംപ് തന്നെ പറഞ്ഞത് 1 മാസത്തോളമൊക്കെ നീണ്ടു നിന്നേക്കാം, 4 ആഴ്ച എന്നതാണ്. പക്ഷേ പെന്റഗൺ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഈ യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയേക്കാം എന്ന തരത്തിൽ എന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് ചെലവ് ചുരുക്കി അത് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് വലിയ തുക നഷ്ടമാവുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ഒരു യുദ്ധമായി ഇത് മാറുന്നുണ്ടോ, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല? അഭിലാഷേ, ഇതിൽ എന്ത് കണക്കുകൂട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ആദ്യത്തെ ചോദ്യം. കാരണം അതായത് ഇന്റർനാഷണൽ ഒരു റൂൾ ഓഫ് ലോ, അതായത് യാതൊരുവിധ നിയമങ്ങളും യാതൊരുവിധ ഇന്റർനാഷണൽ നോംസും വേൾഡ് ഓർഡർ ഒരു ഇന്റർനാഷണൽ ഓർഡർ, ആ ഓർഡറിന്റെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ അതായത് ഇതിൽ ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നിയത് അവിടെ ഈ അസൾട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഇവിടെ BBC റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അതായത് ഈ മീഡിയേഷൻ ഇൻ എ സിഗ്നിഫിക്കന്റ് US-Iran talks end after significant progress. നെക്സ്റ്റ് വീക്കിൽ എന്തോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ അത് പുരോഗതിയിലേക്ക് പോകുന്നു എന്നൊരു നിഗമനം. പക്ഷേ ആ ഘട്ടത്തിലും ട്രംപ് തൃപ്തനല്ല എന്ന തരത്തിൽ തന്നെയായിരുന്നല്ലോ റിപ്പോർട്ടുകൾ. അല്ല, അഭിലാഷ്, ഇതിന്റെ പ്രശ്നം എന്തെന്നറിയോ? നമ്മൾ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ലോയുടെ അണ്ടർ പ്രോസ്പെക്റ്റിൽ മാത്രമേ നമുക്ക് ഇത് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ കൃത്യമായ ഒരു മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്പെയിൻ എന്തുകൊണ്ടാണ്, യൂറോപ്യൻ യൂണിയൻ മൊത്തം എന്താണ് ഒരു സ്വിംഗ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഇതിൽ ഒരു ലീഗലായ യാതൊരു ആർഗ്യുമെന്റും ഇതിലില്ല. അതായത് നമ്മള് ഇറാഖ് യുദ്ധത്തിൽ ഉണ്ടായത് എന്താണെന്ന് കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഇന്നൊരു പക്ഷേ ബ്രിട്ടീഷ് മീഡിയകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററെ വാൺ ചെയ്യുന്നതും ഇതാണ്: നമ്മൾ വി ഡോണ്ട് ഫോൾ ഇൻ ടു ദ ട്രാപ്പ്
ഇറാഖ് വാറിൽ ബ്രിട്ടൻ സംഭവിച്ച അബദ്ധം നമുക്കുണ്ടാവരുത്. കൃത്യമായ ഒരു മാൻഡേറ്റ് ഇല്ലാതെ, ലീഗാലിറ്റി ഇല്ലാതെ, ഇല്ലീഗലായ ഒരു വാറിൽ നമ്മൾ പോയി ഇടപെടരുത്. ഒന്ന്. രണ്ട്, ഈ വാർ തുടങ്ങുന്ന സമയത്ത് മിലിറ്ററി ഓപ്പറേഷൻ എന്നൊക്കെയാ പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഇതൊരു വാറാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രംപ് പറഞ്ഞത് അതായത് റെജീം ചേഞ്ച് എന്നുള്ളതാണ്. അഭിലാഷേ, ഇതിനു മുമ്പ് റെജീം ചേഞ്ച് നടന്ന ഒരു സ്ഥലത്തും ഒരു റെജീം ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഉദാഹരണം ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ലിബിയ, ഇവിടെയൊക്കെ പോയി റെജീം ചേഞ്ചിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പോയ ഒരു സ്ഥലങ്ങളിലും ആ രാജ്യത്തെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു റെജീം ചേഞ്ചും ഈ അമേരിക്ക നമ്മളോട് ഉണ്ടാകുമെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കണ്ടില്ല. ഒന്ന്. രണ്ട്, ഒരു റെജീം ചേഞ്ച് വേണമെങ്കിൽ there should be a leadership ready to occupy. ഇപ്പൊ പറയുന്നത് അവിടെ പോയി ആക്രമിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് ജനങ്ങളോട് ഇറങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. ഈ സത്യം പറഞ്ഞ എനിക്ക് സാധാരണ അല്ല, പക്ഷേ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കണക്കുകൂട്ടലുകൾ പിഴച്ചോ എന്നതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്തായിരുന്നു ആ കണക്കുകൂട്ടൽ എന്നത് നമുക്കറിയില്ല. പക്ഷേ ഒരു ലോകക്രമത്തിൽ നിന്ന് വിലയിരുത്തുമ്പോൾ എന്താണ്, ഇറാനിൽ കൃത്യമായ ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്നു, അതിനെ ഖമനേയുടെ ആളുകൾ അടിച്ചമർത്തുന്നു, അതിനെതിരായ പ്രതിഷേധം അതിരൂക്ഷമായി തുടരുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖമനേയെ പുറത്താക്കുക, ഇല്ലാതാക്കുക, അങ്ങനെ മറ്റൊരു ഭരണം അവിടെ കേന്ദ്രീകരിക്കുക, അതിന് പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായി അവർ കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നിശ്ചിത ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഈ ആക്രമണത്തിനുണ്ടായിരുന്നുവെന്ന് നമുക്ക് പൊതുവെ നിരീക്ഷിക്കാനാവില്ല. അവിടെയാണ്, അതായത് ഇനി നിങ്ങൾ ഭരണമാറ്റത്തിലേക്ക് വരും, ജനങ്ങൾ അവിടെ ഭരണമാറ്റത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കരുതിയെടുത്താണ് ഈ പിഴവുകൾ സംഭവിക്കുന്നു എന്ന് സംശയിക്കേണ്ടത്. ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടിയിട്ട് ആ ഗ്രൗണ്ട് പ്രിപ്പയർ ആയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനങ്ങനെ ഒരു ഗ്രൗണ്ട് പ്രിപ്പയർ അല്ല. ഹൂ ഇസ് ഗോയിങ് ടു ബി, ആരാണ് ടേക്ക് ഓവർ ചെയ്തതെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റെജീം ചേഞ്ചിന് വേണമെങ്കിൽ അതിന് പറ്റിയ ഒരാളാരാണ് അമേരിക്കയിലിരിക്കുന്ന ഷായോ? ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒരു അക്സെപ്റ്റൻസ് ഗ്രൗണ്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഒരുമാതിരിപ്പെട്ട എല്ലാ പൊളിറ്റിക്കൽ അനലിസ്റ്റും പറയുന്നത് ഈസ് നോട്ട് എക്വിപ്ഡ്. അതായത് നമ്മൾ ആ ലീഡർഷിപ്പ് എടുക്കുകയും റെജീം ചേഞ്ച് ചെയ്യുകയും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അതിന് പറ്റിയ ഒരാൾ വേണം. അഭിലാഷേ, എന്റെ ഒരു റീഡിങ് ഇതൊരു എപ്സ്റ്റീൻ ഫയൽ വാറാണ്. അതായത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു നെഗോഷിയേഷൻ നടക്കുകയാണ്. അതിൽ ഒമാൻ ഇടപെട്ട് പോസിറ്റീവായ രീതിയിൽ, പ്രോഗ്രസീവായ രീതിയിൽ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ ഏതാണ്ട് സിഗ്നിഫിക്കന്റ് ആയ പ്രോഗ്രസ് ഉണ്ടായി, ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വിയന്നയിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ സമയത്ത് ഈ അടിയുണ്ടാകുമ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അഭിലാഷ് കുറച്ചു മുമ്പേ ചോദിച്ച കണക്കുകൂട്ടൽ, ഈ കണക്കുകൂട്ടലുകൾ ആയിരുന്നില്ല എപ്സ്റ്റീൻ ഫയൽ മുക്കുക എന്നുള്ള ഒറ്റ, അതായിരുന്നു യഥാർത്ഥ കണക്കുകൂട്ടൽ. ഓൺ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഇത് മേ ബി ചിലപ്പോൾ സക്സസ്ഫുൾ ആയിക്കാണും. ഇപ്പോൾ ശ്രീ വിജയകുമാർ, ഈ യുദ്ധത്തിന്റെ ഏറ്റവും ഒടുവിൽ ശ്രീലങ്കയിൽ ആണ് കപ്പൽ, അതായത് ശ്രീലങ്കയുടെ സമുദ്രപാതയിലാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ യുദ്ധത്തിന്റെ ഭീഷണി എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതാണ്. ഈ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് അല്ലെങ്കിൽ അമേരിക്കയുടെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ യുദ്ധം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ചൈനയുടെ പാർട്ടിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ കുറെ കൂടെ യുദ്ധം ശക്തമാവാനാണ് സാധ്യത. കാരണം ചൈനയെ സംബന്ധിച്ച് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ് ഇപ്പം ഇറാന്റെ ഏറ്റവും കൂടുതൽ ഈ ഓയിൽ ഇമ്പോർട്ട്സ് ഏറ്റവും കൂടുതൽ ചൈനയ്ക്ക് ആവശ്യമുള്ളത് ഇറാന്റെയാണ്. അപ്പം ചൈനയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ചൈന ഇതിൽ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ നിന്നുകൊണ്ടൊരു സമാധാന സാധ്യതയാണ് തുറന്നിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, പക്ഷെ അവരിപ്പോ ഈ ബൈഡോ സിസ്റ്റം ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇറാന്റെ നാവിഗേഷൻ പോലും അവർ റിലൈ ചെയ്യുന്നത് US ഓൺ ചെയ്യുന്ന GPS ആണ്. പക്ഷെ അതിപ്പോ ബൈഡോ സിസ്റ്റത്തിലേക്ക് ചൈന അവർക്ക് അത് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മാപ്പ് ഒക്കെ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ചൈന സപ്ലൈ ചെയ്യുന്നുണ്ട്. ചൈനയാണ് ബേസിക്കലി അവിടെ ഇരുന്നുകൊണ്ട് ഇറാന് വേണ്ട എല്ലാ കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് യുദ്ധം തിരിയുന്നുണ്ട്. പിന്നെ റഷ്യയുടെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ S-400 Su-35 ഒക്കെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഇറാന്റെ കയ്യിലുണ്ട്. അപ്പം ഇറാന് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ യുദ്ധം തീർച്ചയായിട്ടും ഒരു ഔട്ട് ഓഫ് കൺട്രോൾ പോകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ലീഡർഷിപ്പാണ്. കാരണം നെക്സ്റ്റ് ലീഡർഷിപ്പ് ആരായിരിക്കും?
ഇപ്പൊ അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഈ കമ്മിറ്റി ഓഫ് 3 എന്ന് പറഞ്ഞവരുടെ ഒരു ലീഡർഷിപ്പ് കൗൺസിലാണ്. അപ്പൊ ആ കൗൺസിലില് ഈ പ്രസിഡന്റ്, പിന്നെ ചീഫ് ജസ്റ്റിസ്, പിന്നെ അവരുടെ ഈ ഗാർഡിയൻ കൗൺസിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അംഗം, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മെയിൻ ദൗത്യം എന്ന് പറയുന്നത് ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ്, അവരുടെ ഒരു 88 ക്ലറിക്സ് ഉള്ള ഒരു അസംബ്ലി, അവര് അടുത്ത സുപ്രീം ലീഡറിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ 88 ആളുകൾക്ക് ഒന്നിക്കാനുള്ള, ടെഹ്റാനിലേക്ക് വരാനുള്ള സാധ്യത വളരെ ബ്ലീക്കാണ്. കാരണം അവിടെയാണ് ഈ പറയുന്ന 88 ആളുകളെയും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ മൊസാദ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ വേറൊരു പ്രശ്നം. അപ്പൊ ഇപ്പം പൊന്തി വരുന്ന പേരുകൾ, ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് വരുന്ന പേരുകളൊന്നും ഈ മൊജ്തബ ഖമേനി, ഇവരുടെ കഴിഞ്ഞ സുപ്രീം ലീഡറിന്റെ മകൻ, പിന്നെ ഒന്ന് ഹസൻ ഖൊമേനി, അത് മുമ്പത്തെ റുഹാനി, മറ്റേ എന്താ പറയുക, ഖൊമേനിയുടെ മകൻ, ഫസ്റ്റ് സുപ്രീം ലീഡർ റുഹുള്ള ഖൊമേനിയുടെ മകന്റെ മകൻ. അപ്പൊ അങ്ങനെയുള്ള 2 പേരുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതില് മൊജ്തബ ഖമേനിയാണ് ഈ പറഞ്ഞ IRGCയുടെ കുറച്ചുകൂടെ ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ചോയ്സ്. കാരണം ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ സുപ്രീം ലീഡറിന്റെ ഓഫീസുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളായിരുന്നു. മാത്രമല്ല ഇന്റലിജൻസ്, അതുപോലത്തെ ഇറാന്റെ സെക്യൂരിറ്റി അപ്പറേറ്റേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അപ്പം IRGCയുമായിട്ട് കൂടുതൽ അടുപ്പത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് മൊജ്തബ ഖമേനി. ഖമേനി അവർ കാണുന്നത് ഒരു എന്താ പറയാ, ഒരു കുറച്ചുകൂടെ ഒരു വെസ്റ്റ് അലൈഡ് ആവാൻ സാധ്യതയുള്ള ഒരു വെസ്റ്റ് ടോക്സിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. കാരണം അയാൾക്ക് മുമ്പത്തെ പ്രസിഡൻസി മുഹമ്മദ് ഖത്താമി അല്ലെങ്കിൽ ഹസൻ റുഹാനി പോലുള്ള ആളുകളുമായിട്ടുള്ള ഒരു അടുപ്പം വെച്ചുകൊണ്ട് അത്ര ഒരു പ്രിഫേർഡ് ചോയ്സ് അല്ല. പിന്നെ ഉള്ളത് അലി അസ്ഗർ ഹിജാസി എന്ന് പറയുന്ന ഖമേനിയുടെ ഒരു റൈറ്റ് ഹാൻഡ് മാൻ ആണ്. പിന്നെ പുറമെ നിന്നുകൊണ്ട് റസാ പൽവിയും വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റസാ പൽവിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ആദ്യം IRGCയുടെ അല്ലെങ്കിൽ ഈ റെഗുലർ ആർമി, അവരുടെ ആർത്തേഷ് എന്ന് പറഞ്ഞവരുടെ റെഗുലർ ആർമിയുടെ ഒരു സപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. അത് പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇറാൻ ടോട്ടലി ഒരു എന്താ പറയാ, ഒരു കെയോസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മിഥുൻ, ഇവിടെ ഇതാ ഈ ഭരണകൂട മാറ്റം എന്ന ലക്ഷ്യം പരാജയപ്പെടുകയാണോ? കാരണം ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാഖിലെ കുർദ് വിമതരുമായി അമേരിക്ക ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തം സൈന്യത്തെ അവിടത്തേക്ക് അയക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ആ മണ്ണിലേക്ക് സൈന്യത്തെ അയക്കാൻ അമേരിക്ക മടിക്കുന്നു. അത് വലിയ വില നൽകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. അവിടെയാണ് ഈ കുർദ് നേതാക്കളുമായുള്ള മസൂദ് ബർസാനിയുമായും ബാഫൽ തലബാനിയുമായും സംസാരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതെ, അമേരിക്ക ഇതിൽ നോക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇറാനകത്തുള്ള റിബൽ ഫോഴ്സസ് ഉണ്ടാക്കിയെടുക്കുക, അവിടെ ഈ പറഞ്ഞ കുർദുകളുടെ സപ്പോർട്ട് നേടുക, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുക ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഒരു വെൽവെറ്റ് റവല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഈ ലോവർ ലെവലിൽ നിൽക്കുന്ന ഇറാൻ ആർമിക്കുള്ളിൽ തന്നെയുള്ള ഓഫീസേഴ്സ് അവർ ഡിഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെൽവെറ്റ് റവല്യൂഷൻ ആണ് US പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇറാനിയൻ പേട്രിയറ്റ്സുമായിട്ട് മേർജ് ചെയ്യുക എന്നൊരു ഡിക്ലറേഷൻ ഇപ്പൊ ട്രംപ് നടത്തിയിട്ടുണ്ടല്ലോ IRGCയോട്. അപ്പൊ അവരൊരു സൈക്കോളജിക്കൽ വാർഫെയർ കൂടിയാണ് നോക്കുന്നത്. കാരണം US സംബന്ധിച്ച് ഇപ്പൊ വലിയ നഷ്ടങ്ങളാണ് ഈ യുദ്ധത്തിലൂടെ അവർക്കും ഉണ്ടാവുന്നത്. കാരണം ഓൾമോസ്റ്റ് ഒരു 800 മില്യൺ അവരിപ്പോ ആദ്യ യുദ്ധം തുടങ്ങിയ സമയം മുതൽക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ഫിനാൻസ് മിനിസ്ട്രി വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ലോസിലേക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്കും അത്യാവശ്യം നല്ല ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷെ ഇവർ ഈ പറഞ്ഞ പോലെ ഒരു റിബൽ ആർമിയെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇറാഖിൽ നിന്നുള്ള ഈ കുർദുകൾ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെ കൊണ്ടുള്ള ഒരു പ്രോക്സി വാർ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പൊ ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേതാവിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും റൈറ്റ്, അഡ്വക്കേറ്റ് ബൈജു തിട്ടാൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഈ മുക്കിയ കപ്പൽ എന്നത് വിശാഖപട്ടണത്ത് നിന്ന് മടങ്ങിയ കപ്പൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ ഇത്രമേൽ രൂക്ഷമാകുന്ന ഒരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിച്ചിരുന്നോ എന്നതിൽ ഒരു സംശയമുണ്ട്. അതോടൊപ്പം ഇത് ബാധിക്കാൻ പോകുന്ന മേഖലകളെ സംബന്ധിച്ച് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ ജീവനക്കാരോടടക്കം പിന്മാറണം, തിരികെ എത്തണമെന്ന് അമേരിക്ക പറഞ്ഞു വയ്ക്കുമ്പോൾ അത് എവിടേക്കും ഈ ആക്രമണം എത്താം ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്ന സൂചനയല്ലേ ലഭിക്കുന്നത്? ഈ അഭിലാഷെ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇറാന്റെ മുമ്പിൽ. അതായത് ഇപ്പം ഇവരെ കൃത്യമായി അമേരിക്കയെ പോയി അടിക്കുകയോ അല്ലെങ്കിൽ സ്കൈ വഴി ഈ നമ്മുടെ ഈ ഇസ്രായേലിനെ ഫിനിഷ് ചെയ്യുകയോ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു അജണ്ട പോലും അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അജണ്ട എന്ന് പറയുന്നത് മാക്സിമം കയോസ് സൃഷ്ടിക്കുക മിഡിൽ ഈസ്റ്റിൽ. അത് അവിടുന്ന് മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ മാക്സിമം കയോസ് സൃഷ്ടിക്കുക,
മാക്സിമം അമേരിക്കൻ എയർബേസുകൾ തീർത്ത് കളയുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതുവഴി ഇന്റർനാഷണൽ എക്കോണമി കംപ്ലീറ്റ് തകർത്ത് കളയുക, കംപ്ലീറ്റ് ബ്ലാക്ക്മെയിൽ ചെയ്ത് കഴിയുക, അതുവഴി അമേരിക്കയെ വല്ലാത്തൊരു ഫോഴ്സിലേക്ക് ഇടുക, ഒരു വല്ലാത്തൊരു പ്രഷറിൽ കൊണ്ടിടുക എന്നുള്ളൊരു ടാക്ടിക്കാണ് ഇറാൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതില് എന്റെ ഒരു റീഡിങ് ഇപ്പം ചൈന മുൻകൈ എടുത്ത് ഇതിലൊരു നെഗോഷിയേഷനോ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് താങ്കൾ സൂചിപ്പിച്ച പോലെ അതിപ്പോൾ ഏറ്റവും ഒടുവിലെ ഒരു അപ്ഡേഷൻ എന്ന നിലയിൽ ഞാനും കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. അതിന്റെ സാധ്യത നമ്മൾ ആ ഒരു പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്താൽ പോലും അത് നെഗോഷിയേഷൻ നടക്കാൻ സാധ്യത ഉള്ളത് രണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ടാണ്. ഇപ്പം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു കമ്പാറ്റബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ആ ബേസിൽ ആ ചർച്ച എത്ര കണ്ട് കൃത്യമായി നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രണ്ടാമത് ഇതിൽ കൃത്യമായ ഒരു റോള് പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നത് നമ്മൾ ഇന്ത്യക്കായിരുന്നു. പക്ഷെ ഇന്ത്യ ഇത് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു റീഡിങ്. ഇതിൽ നമ്മളൊരു ഒരു നോൺ അലൈൻമെന്റ് സ്റ്റാൻഡ് പോയിന്റിലൊക്കെ നിന്നുകൊണ്ട് നമുക്കിതിൽ കൃത്യമായി നമുക്ക് രണ്ട് രാജ്യങ്ങളുമായി കൃത്യമായ ബന്ധങ്ങളുണ്ട്, നമുക്ക് കൃത്യമായ റോൾ പ്ലേ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് എത്ര കണ്ട് ഇനി നടക്കും എന്നുള്ള എനിക്ക് സംശയമുണ്ട്. രണ്ടാമത് ഇപ്പൊ തന്നെ വെൽവെറ്റ് റെവല്യൂഷൻ അവിടെ ആ സാധ്യത തള്ളിക്കളയേണ്ടതുണ്ടോ? കാരണം ഇന്ത്യ ഇപ്പോഴും രണ്ടു പക്ഷത്തും ചേർന്ന് നിൽക്കുന്നില്ല. മാത്രവുമല്ല താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വിശാഖപട്ടണത്ത് നിന്ന് തിരികെ പോയി ഇറാൻ കപ്പലാണ് തകർക്കപ്പെട്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യം. മറ്റൊരിടത്ത് ഇപ്പോൾ ഇസ്രായേലിൽ ഇന്ത്യക്കാരായ ഏതാണ്ട് 50,000-ഓളം പേരുണ്ട്. ഗൾഫ് മേഖലയിൽ ഏതാണ്ട് 1 കോടിയോളം വരുന്നു. അപ്പോൾ ഇപ്പോഴും ഇന്ത്യ ഒരു പക്ഷം ചേർന്നിട്ടില്ല എന്ന സാധ്യത തള്ളിക്കളയാനാവില്ലല്ലോ. ഞാൻ അപ്പോൾ ഒരു സംശയം ചോദിക്കാം. അമേരിക്കയും ബ്രിട്ടനുമായുള്ള ഒരു നയതന്ത്രമായ ബന്ധം ഞാൻ പറയാതെ അഭിലാഷിന് കൃത്യമായിട്ട് അറിയാം. തീർച്ചയായും ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രൈം മിനിസ്റ്റർ വളരെ കൃത്യമായി പറഞ്ഞു, ഇതിൽ ഞങ്ങൾ ഒഫൻസീവ് ആക്ഷൻ ഇല്ല, ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ സ്പെയിൻ പറഞ്ഞു, നോർവീജിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു, ഈവൻ സ്പെയിന്, ഫ്രാൻസ്, ബ്രിട്ടൻ ഇവരെല്ലാം കൃത്യമായി പറഞ്ഞു ഇതിൽ ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല എന്ന് കൃത്യമായ നിലപാടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം അമേരിക്കയുടെ കൃത്യമായ ആണെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും ഒരു സംശയമില്ല. മറിച്ച് നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇതുവരെ എടുത്തിട്ടുണ്ടോ? ഇന്ത്യ അത് ഇതുവരെ അതേ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട സാഹചര്യമുണ്ടോ? കാരണം ഇന്ത്യക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇല്ല, അതിൽ നമ്മൾ ഇതിലുണ്ടല്ലോ, നമ്മൾ അങ്ങനെ ഞാനതിനെ അങ്ങനെയല്ല അഭിലാഷെ കാണുന്നത്. നമ്മളിപ്പോ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഈ നമ്മളുടെ ഇന്ത്യൻ ഇൻട്രസ്റ്റ് ഉള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. അതെ, നമ്മുടെ എന്തോരം തൊഴിലാളികൾ, നമ്മുടെ ബിസിനസ് ഇൻട്രസ്റ്റ് മുഴുവൻ, നമ്മുടെ എന്തോരം ആളുകൾ, മില്യൺതോളം ഇന്ത്യക്കാർ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഇങ്ങനത്തെ ഒരു ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു പ്രോആക്റ്റീവായി നമുക്ക് ഈ വിഷയം സെറ്റിൽ ചെയ്യണം. ഞാൻ സാർ ആ സംശയം ചോദിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എക്കാലവും സ്വീകരിക്കുന്ന ഒന്ന് മറ്റൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിൽ കടന്നു കയറുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പരമാധികാരം എന്നത് എന്തവസ്ഥയിൽ എന്നൊരു മറുസാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയ അവിടെ ഒരു ജനാധിപത്യ സ്വഭാവത്തോടെ ആയിരുന്നില്ല മുന്നോട്ട് പോകുന്നത്. അവിടെ ഒട്ടേറെ ജനാധിപത്യ ധ്വംസനങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും ഒരു ജനകീയ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടാൽ ഇന്ത്യയിൽ അത്തരം പ്രതികരണം ഉണ്ടായേനെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ജനാധിപത്യത്തിലല്ല എങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്ത് ഒരാൾക്ക് കയറിക്കുന്ന ആക്രമിച്ച് കൊന്നു കളയാൻ പറ്റുമെന്നുള്ളതാണോ? അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ബ്രിട്ടൻ ആ സ്റ്റാൻഡ് എടുക്കണമായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ഫ്രാൻസ് ആ സ്റ്റാൻഡ് എടുക്കണമായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ സ്പെയിൻ ആ സ്റ്റാൻഡ് എടുക്കണമായിരുന്നല്ലോ, നോർവീജിയൻ രാജ്യം അങ്ങനെ എടുക്കണമായിരുന്നല്ലോ. അവരൊന്നും എടുത്തില്ലല്ലോ. അവരൊക്കെ പറഞ്ഞത് ഇത് നോർവീജിയൻ പ്രൈം മിനിസ്റ്റർ അല്പം കൂടെ കടന്ന്, പ്രൈം മിനിസ്റ്റർ അല്ല, നോർവീജിയൻ ഫോറിൻ മിനിസ്റ്റർ. പക്ഷേ ഞാനൊരു സംശയമായി ചോദിക്കുന്നത്, താങ്കൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇതിൽ വലിയ അപലപനീയം എന്ന നിലയിലുള്ള ഒരു നിലപാടും സ്വീകരിച്ചോ? ഇല്ല, അപലപനീയം എന്നുള്ളതല്ല. അല്ല, ഞാൻ ചോദിച്ചു, ഖമേനി മരിച്ചതിന് ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അങ്ങനെ ഒരു തീവ്രമായ ഒരു പ്രതികരണം ഉണ്ടായോ? ഞാനൊരു സംശയമാണ് ചോദിച്ചത്. അഭിലാഷ, അഭിലാഷിന്റെ ആ പോയിന്റ് ഞാൻ എടുക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞത് ഇവരൊന്നും ഈ കളിയിൽ ഞങ്ങളില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ശരിയാണ്, അത് ഞാൻ താങ്കളോട് യോജിക്കുന്നു. നമ്മുടെ ചോദ്യം ഈ കളി അത് തെറ്റായി പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇന്നലെ ട്രംപ് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയാണ്. വിൻസ്റ്റൺ ചർച്ചിൽ അല്ല
ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ സ്റ്റാമർ എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഹിസ്റ്റോറിക്കലി തെറ്റാണ്. വിൻസ്റ്റൺ ചർച്ചിലാണ് പുള്ളി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് സ്വന്തം മകനോട് പറഞ്ഞത് വി ഹാവ് ടു ബ്രിങ് അമേരിക്ക ഇൻ ടു ദ വാർ, അതർവൈസ് വി വിൽ നോട്ട് വിൻ ദ വാർ എന്ന്. അത് ഓപ്പോസിറ്റ് പറഞ്ഞത് തിരിച്ചാണ്. പക്ഷെ എങ്കിൽ പോലും അത്രയ്ക്ക് അതേ രീതിയിലുള്ള റിസൺമെന്റ് അവിടെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നമ്മൾ എങ്ങും ഇല്ലാതെ നിൽക്കുകയാണ്. അത് നമ്മൾ എങ്ങും ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഇസ്രായേലുമായുള്ള ബന്ധം എത്ര കണ്ട് നമ്മൾ ഇതിനെ അപലപിച്ചിട്ടില്ല. ഇപ്പൊ ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരാളല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ചരിത്രങ്ങൾ വേറെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈവൻ ഐ ഗോട്ട് കൺസീഡ്, ഞാനത് അങ്ങ് കൺസീഡ് ചെയ്യുകയാണെങ്കിൽ പോലും എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇത് ഇല്ലീഗലായ ഒരു ഇൻവേഷൻ ആയിരുന്നോ? ഇല്ലീഗലായ ഒരു അറ്റാക്ക് ആയിരുന്നോ? റൂൾ ഓഫ് ലോ, അതായത് ഇന്റർനാഷണൽ റൂൾ ഓഫ് ഓർഡർ, അതിന്റെ ബ്രീച്ച് ആയിരുന്നോ? അല്ലെങ്കിൽ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രസീവ് ആൻഡ് സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് കോട്ട് ആൻഡ് കോട്ട് ചർച്ച നടക്കുന്നു എന്ന് പുറത്തു വരുമ്പോൾ ഇവിടെ കയറി ആക്രമിച്ചത് ശരിയായിരുന്നോ? അതിനെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ബ്രിട്ടൻ ആണേലും ഫ്രാൻസ് ആണേലും സ്പെയിൻ ആണേലും. അപ്പോ നമ്മൾ അതേ രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് എന്റെ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ മറ്റു ചർച്ചകൾ കാണുമ്പോൾ ഞാൻ ഇന്റർനാഷണൽ കോൺടാക്റ്റിലാണ് ഇതിനെ കാണുന്നത്. അല്ല, നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ടുള്ള ചർച്ചയിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോ നമ്മൾ അത്രയ്ക്ക് ആപ്റ്റായി ഇതിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തോ? നമുക്ക് അല്പം കൂടെ ഇപ്പൊ ഒരു പക്ഷേ ഓക്കെ, ഇപ്പൊ നെഹ്റു ആയിരുന്നു ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഇതേ രീതിയിലായിരുന്നോ ഈ വിഷയത്തിൽ ഇന്റർവ്യൂൻ ചെയ്യാൻ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ചില ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ സാറിനോട് തർക്കത്തിനല്ല, ഇപ്പോൾ ഈ ഗദ്ദാഫിയുടെ മരണസമയത്ത് അടക്കം അന്നത്തെ സർക്കാർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന മറുചോദ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഇത്തരത്തിലാണ് ഏത് സമീപനം സ്വീകരിക്കാൻ പറ്റൂ എന്ന നിരീക്ഷണങ്ങളുണ്ട്. അതിലുണ്ടല്ലോ അഭിലാഷേ, ഗദ്ദാഫിയുടെ മരണവും ഇതുമായി നമുക്ക് ഒരുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഒരു കൺസെൻസസ് ഉണ്ടായിരുന്നു രാജ്യങ്ങൾ തമ്മിൽ. ഇവിടെ കൃത്യമായി ട്രംപും നെതന്യാഹുവും മാത്രം തമ്മിൽ കൺസെൻസസ് ഉള്ളൂ. അവരുടെ ഇൻവേഷൻ കറക്റ്റ് ആണോ അല്ലെന്നുള്ള അവിടെ നിൽക്കട്ടെ, അത് ലീഗലാണോ ഇല്ലീഗലാണോ അവിടെ നിൽക്കട്ടെ. മറ്റ് രാജ്യങ്ങൾ തമ്മിൽ ഒരു കൺസെൻസസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച നടന്നിരുന്നു ഇറാഖ് വാറിന്റെ സമയത്ത്, വെദർ ടു ഇന്റർവീൻ ഓർ നോട്ട്. അപ്പൊ ഒരു കൺസെൻസസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ യാതൊരു കൺസെൻസസും നമുക്കില്ല. പിന്നെ രണ്ടാമത് ഇപ്പം നമ്മൾ ഈ വെൽവെറ്റ് റെവല്യൂഷനെ പറ്റി പറഞ്ഞല്ലോ, അതിന് ഇറ്റ് ഈസ് എൻ അഡ്മിഷൻ ദാറ്റ് ദ ഗ്രൗണ്ട് ഈസ് നോട്ട് പ്രിപ്പയർഡ്. ഒരു റെജീം ചേഞ്ചിന് നമ്മൾ ഇപ്പോൾ അവിടെയുള്ള കുർദികളുമായി ഇവർ ചർച്ച ചെയ്ത് തുടങ്ങുന്നു എന്ന് പറയുന്നത് വളരെ അലാമിംഗ് ആയ ഒരു സിറ്റുവേഷൻ ആണ്. കംപ്ലീറ്റ് കൈവിട്ടു പോകും കാര്യങ്ങൾ. കാരണം അവിടെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അമേരിക്കക്ക് യാതൊരു ബോധ്യവുമില്ല. പിന്നെ ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടന തുടക്കം മുതൽ ഒടുക്കൽ വരെ സക്സസ് ഒന്നുമല്ല. അവരുടെ ഫെയിലിയറുകൾ, അവരുടെ ഒരു മൊസാദിന്റെ ഏജന്റിനെ 6 മണിക്കൂറാണ് സിറിയയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് തല്ലിക്കൊണ്ടെന്നുള്ള വേണ്ടി ഞാൻ വിഡ്രോ ചെയ്യുന്നു കേട്ടോ. പുള്ളിക്കാരനെ ഹാങ് ചെയ്യുമായിരുന്നു. അതായത് മൊസാദിന്റെ ഏജന്റ് ആയിരുന്നു. അപ്പോ ആ മൊസാദിന്റെ എല്ലാ ഓപ്പറേഷൻസും സക്സസ്ഫുൾ ആയിരുന്നു നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ എന്റെ ഒരു റീഡിങ് മൊസാദ് ഒരു പക്ഷേ ഖുമൈനിയെ അസാസിനേറ്റ് ചെയ്യുന്നതിൽ അവരൊരു സക്സസ്ഫുൾ ആയി കാണും. പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് റീഡ് ചെയ്യുന്നതിൽ കൃത്യമായി അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ മൊസാദ് സക്സസ്ഫുൾ ആണ്. അതാണ് വിജയകുമാർ ഇവിടെ ഉണ്ടാകുന്ന ശ്രീ മിഥുൻ വിജയകുമാർ സംശയം. അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ മൊസാദ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരക്കണ്ടുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. പക്ഷേ പാളിച്ചകൾ ഉണ്ടാകും. അതിപ്പോൾ ഏത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും അത്തരം പിഴവുകൾ സംഭവിക്കാം. ഇത് പാകപ്പെടുത്തിയ ഒരു മണ്ണിലായിരുന്നോ ഈ ആക്രമണത്തിന് മുതിർന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ. ഖമേനിയെ കൃത്യമായ സമയത്ത് അപ്രതീക്ഷിതമാകുന്ന ഒരു സമയത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് ലോകത്തെ ധരിപ്പിച്ച് നടത്തിയൊരു ആക്രമണം കൂടിയായിരുന്നു എന്നതിൽ തർക്കമില്ല. കാരണം ഞങ്ങൾ ടെലിവിഷൻ മാധ്യമങ്ങളിലെ ഇൻ്റർനാഷണൽ റിപ്പോർട്ടർമാർ പോലും ഇത് ഒരു ശുഭപ്രതീക്ഷയോടെ കാണാം. അതേസമയം ട്രംപ് തൃപ്തനല്ല എന്ന പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. JD വാൻസിൻ്റെ പ്രതികരണമൊക്കെ നൽകുന്നു. അതേ ദിവസം മണിക്കൂറുകൾക്കകമാണ് ഈ മരണവാർത്ത സ്ഥിരീകരിക്കേണ്ടി വന്നത്. അപ്പോൾ പിഴവുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ കൃത്യമായ കണ്ടെത്തലുകളോ നിരീക്ഷണങ്ങളോ ആയിരുന്നില്ല ഇറാൻ്റെ മണ്ണിൽ നിന്ന് അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും നടത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇതില് അമേരിക്കയുടെ ഹിപ്പോക്രസി ഒരു ഭാഗത്തുണ്ട്,
മറുഭാഗത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മറ്റ് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്കുള്ള ത്രെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഒരേ ലെൻസിലൂടെ നമ്മൾ വേണം നോക്കി കാണാൻ വേണ്ടിയിട്ട്. അമേരിക്ക ഇപ്പൊ പറയുന്ന ഈ വാർ ഓഫ് ടെററിസം അല്ലെങ്കിൽ ഇറാന്റെ ഈ പറഞ്ഞ പോലത്തെ ഒരു എന്താ പറയാ ഒരു പ്രോ ടെററിസ്റ്റ് സ്റ്റാൻഡാണ് അവരെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺസിനെ അവർ ഭയങ്കരമായിട്ട് അട്രോസിറ്റീസ് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക അവിടെ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ടെററിസം സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ, അത് അമേരിക്കയുടെ വളരെ ക്ലോസ് അലൈ ആണ്. അവരുടെ ഈ പറഞ്ഞ പോലെ ആസിം മുനീറിനെ അമേരിക്ക അവിടേക്ക് ക്ഷണിച്ചിട്ട് പല തവണയായിട്ട് അയാൾക്ക് വേണ്ട വിരുന്നൊരുക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയുടെ സ്റ്റാൻഡ് ഇതിൽ ഭയങ്കര ഹിപ്പോക്രറ്റിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനെ നമ്മൾ ഇന്ത്യ എത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ ഞാൻ ഇപ്പൊ കേട്ടു. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങൾ സൈലന്റ് സ്റ്റാൻഡ് എടുത്തല്ലോ, അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തല്ലോ. അപ്പൊ ഈജിപ്റ്റ് ആണെങ്കിലും ജോർഡൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യ ആണെങ്കിലും ഇവരൊക്കെ ഒരു ബാലൻസിങ് പൊസിഷനാണ് എടുത്തത്. ഈ ഇറാനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സൗദി അറേബ്യ, UAE, ബഹ്റൈൻ ഇതുപോലുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇറാനെ തള്ളി പറയുകയാണ് ചെയ്യുന്നത്. അവിടെ ഇന്ത്യ എടുത്തൊരു സ്റ്റാൻഡാണ് ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതെന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ നമ്മളെ ഈ ഗൾഫ് റീജിയനിൽ മാത്രമായിട്ട് 90 ലക്ഷത്തോളം ഇന്ത്യൻ സിറ്റിസൺസ് മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്നവരാണ്, അവിടുത്തെ റെസിഡൻസ്. അവിടെ അവരുടെ സംരക്ഷണം കൂടി നമുക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം കൊണ്ട് US അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു എന്താ പറയുക ഒരു ഓപ്പൺ സപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഇവർക്ക് നേരെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടാർഗറ്റായി മാറാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല US-നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വി ആർ ആക്ച്വലി വെയിറ്റിംഗ് ടു നെഗോഷിയേറ്റ്. അതായത് ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അവിടെയാണല്ലോ ബൈജു സാർ അവിടെ സൂചിപ്പിച്ചല്ലോ. ഒരു പക്ഷേ ചൈന ഈ സൂചിപ്പിക്കുന്ന പോലെ ചൈനയെ എത്രത്തോളം ഇപ്പോൾ ഒമാനായിരുന്നു ഇതിലേറ്റവും ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു വിശ്വസനീയമാകുന്ന ഒരു ചർച്ചകൾക്കിടയിലായിരുന്നു ഈ അപ്രതീക്ഷിതമായ നീക്കമെന്ന് നമുക്കറിയാം. അതിനിടയിൽ ഏറ്റവും ഇപ്പോൾ ഈ സംഘർഷത്തിലേക്ക് കലാശിച്ച ഒരു സാഹചര്യത്തിൽ ഒരു സാധ്യതയുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ ആയിരുന്നു. ആ സാധ്യതകൾ ഏതാണ്ട് അസ്തമിച്ചു പോയി എന്നൊരു നിരീക്ഷണം കൂടി ബൈജു സാർ നടത്തി. അതെ, അല്ല ഇഫ് അറ്റ് ഓൾ ഇപ്പൊ ഇറാൻ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്, ഈ പറഞ്ഞ കമ്മിറ്റി ഓഫ് 3 ഒരു എന്താ പറയുക ഒരു നെഗോഷിയേഷന് തയ്യാറാവുകയാണെങ്കിൽ അത് വാഷിംഗ്ടണേക്കാളും കൂടുതൽ എന്തുകൊണ്ടും ന്യൂഡൽഹിയുമായിട്ടായിരിക്കും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എന്തുകൊണ്ടും ഇന്ത്യ എപ്പോഴും നിൽക്കുന്ന ഒരു പൊസിഷൻ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ, വളരെ ന്യൂട്രൽ പൊസിഷനാണ്. അപ്പൊ അത് ഇന്ത്യയുടെ എല്ലാ കാലത്തും, അതിപ്പോ സദ്ദാമിന്റെ മരണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഗദ്ദാഫിയുടെ കാര്യമാണെങ്കിലും എല്ലാ കാലത്തും ഇന്ത്യ എടുത്ത ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. അപ്പൊ നമ്മളിവിടെ അമേരിക്ക പ്ലസ് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ പവേഴ്സ് ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയി മാറുന്നു എന്ന പൊസിഷൻ അല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എല്ലാ കാലത്തും എടുത്തൊരു നോർമൽ പൊസിഷനാണ്. ഇപ്പൊ ഗദ്ദാഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ പവേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ, യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയി മാറി. അങ്ങനെയല്ല, ഇന്ത്യയുടെ ഇഷ്യൂസ് നമ്മുടെ എന്താ പറയാ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അമേരിക്ക മാത്രം ഇതിലേക്ക് ഇറങ്ങിച്ചെന്നു, ഇസ്രായേലിന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, അതിൽ യൂറോപ്യൻ പവേഴ്സ് കൂടെ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഇന്ത്യ ഇതിനെ തള്ളിപ്പറയണം. അങ്ങനെ ചിന്തിക്കാൻ ഇന്ത്യക്ക് ഈ ഒരു അവസരത്തിൽ സാധിക്കില്ല. ഈ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ലേ ക്രൂഡ് ഓയിൽ പോലെയുള്ള വിഷയങ്ങളിൽ പോലും വീണ്ടും റഷ്യയുമായി കൂടുതൽ ചർച്ചകൾ നടക്കുന്നു. റഷ്യ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുവാനുള്ള സന്നദ്ധത കൂടി അറിയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതെ, നമ്മുടെ മേജർ ഇമ്പോർട്ട്സിലെയൊക്കെ നമ്മളിപ്പം റഷ്യയാണ് ആശ്രയിക്കുന്നത്. മാത്രമല്ല ഇറാനുമായിട്ടുള്ള ട്രേഡിൽ നമുക്ക് പ്രത്യേകിച്ച് ട്രേഡ് റിലേഷൻസ് ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ. കാരണം അവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ഷിപ്പിംഗ് ഫേംസ്, മാസ് പോലുള്ള അല്ലെങ്കിൽ ഈ MSC പോലുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ഇവരൊക്കെ തന്നെ അവരുടെ ട്രാൻസിറ്റ് എന്താ പറയാ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഈ ഒരു ഏരിയക്ക് കവറേജ് കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു എന്താ പറയാ ഒരു ഓപ്പൺ പൊസിഷൻ ആയിട്ട് ഈ യുദ്ധം നടത്തുന്ന രാജ്യങ്ങളുമായിട്ടൊരു അലയൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ന്യൂട്രൽ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് പോലും ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു എക്കണോമിക് വാർഫെയർ ആണ് നേരിടേണ്ടി വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ്, അതായത് നമ്മുടെ LNG ഇമ്പോർട്ട്സ്, ഇതിനൊക്കെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് നിന്നുള്ള ഈ ഇമ്പോർട്ട്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയി മാറാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഈ ഹൗസ് ഹോൾഡ് ഈ ഗ്യാസ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. കാരണം അതിന്റെ റിസർവ്സ് നമുക്ക് കുറവാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ റിസർവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക 45 ദിവസത്തോളം പിടിച്ചു നിൽക്കാനുള്ള റിസർവ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മളെ
എക്കണോമിക് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മോർ ദാൻ ടേക്കിംഗ് എ പൊസിഷൻ, അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഇറാന്റെ കൂടെ നിൽക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമുക്കിവിടെ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഇഷ്യൂ ആണ് ഈ ഇറാൻ യുദ്ധത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം നമ്മുടെ ഇമ്പോർട്ട് ബില്ലാണ് ഏറ്റവും കൂടുതൽ അത് കൂട്ടാൻ പോകുന്നത്. കാരണം ഓരോ ബാരലിനും $10 കൂടുമ്പം അത് ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ലാണ് കൂട്ടാൻ പോകുന്നത്. അതൊരു വർഷത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 13-14 ബില്യൺ ലോസ് ആണ് ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് നമ്മളിപ്പോ ഈ ഒരു സമയത്ത് നോക്കി കാണുന്നത്. യെസ്, തീർച്ചയായും യുദ്ധം ഇന്ത്യയെയും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ചർച്ച, ഈ യുദ്ധം എങ്ങോട്ട് എന്നതാണ്. ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പോലും യുദ്ധത്തിന് പരിഹാരത്തിനുള്ള ഒരു സാധ്യതയുമല്ല തെളിയുന്നത്. മറിച്ച് ഇരുവിഭാഗങ്ങളും അവരുടെ പോരാട്ടം കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം ഭയാശങ്കയോടുകൂടി തന്നെ ഈ യുദ്ധ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ഇരുവർക്കും. ഒരു ഇടവേള. മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മൂർച്ഛിച്ചതോടെ കപ്പൽ നീക്കം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വിലയെ ഒറ്റയടിക്ക് 12% ഉയർത്തി. ബ്രന്റ് ക്രൂഡ് ബാരലിന് $82 മുകളിലെത്തിയത് 2025 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. 1970കളിലെ ഇസ്ലാമിക വിപ്ലവ കാലത്ത് ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് സമാനമായ ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. എണ്ണവില $100 കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ട പ്രഹരമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് എണ്ണവിലയിലുണ്ടാകുന്ന ഓരോ ഡോളറിന്റെ വർധനവും ശതകോടികളുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ബാരലിന് $10 വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ വാർഷിക അധിക ബാധ്യത 10,000 കോടി രൂപ കവിയും. ഇത് രാജ്യത്തെ പെട്രോൾ, ഡീസൽ വില വർധനവിന് കാരണമാവുക മാത്രമല്ല, ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും നയിക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കടുത്ത വെല്ലുവിളിയാണ്. കൂടാതെ ലോകത്തെ പ്രമുഖ LNG ഉൽപ്പാദകരായ ഖത്തറിൽ നിന്നുള്ള കയറ്റുമതി ഹോർമൂസ് വഴി തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ യുദ്ധഭീതി വലിയൊരു തകർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വ്യാപാരം ആരംഭിച്ച ആദ്യ മിനിറ്റുകളിൽ തന്നെ നിക്ഷേപകർക്ക് 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. സെൻസെക്സ് 1000-ലധികം പോയിന്റുകൾ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 24,900 എന്ന നിർണായക നിലവാരത്തിലേക്ക് താഴ്ന്നുപോയി. സാധാരണഗതിയിൽ മാർച്ച് മാസങ്ങൾ ഇന്ത്യൻ വിപണിക്ക് നേട്ടങ്ങളുടേതാകാമെങ്കിലും ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. വാഹന നിർമ്മാണ മേഖല, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, വ്യോമയാന മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നു. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91.25 എന്ന ചരിത്രപരമായ താഴ്ചയിലേക്ക് പതിച്ചത് ഇറക്കുമതി ചെലവ് വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. യുദ്ധകാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ കൂട്ടമായി ചേക്കേറുന്നത് സ്വർണ്ണവിലയിൽ വൻ വർധനവിന് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $145 വർദ്ധിച്ച് $5,376 സ്വർണ്ണവില എത്തി നിൽക്കുന്നു. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ ഇത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനാണ് സാധ്യത. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വർണം ഇനിയും പുതിയ ഉയരങ്ങൾ കീഴടക്കിയേക്കാം. എന്നാൽ കേരളത്തിലെ വിപണിയിൽ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് വിപണിയുടെ അപ്രതീക്ഷിത സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും രാജ്യാന്തര വിപണിയിലെ കുതിപ്പ് വൈകാതെ തന്നെ പ്രാദേശിക വിപണികളിലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. ഭൗമരാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാന്റെ നില പണ്ടത്തെക്കാൾ പരുങ്ങലിലാണ്. ഇറാന്റെ വിശ്വസ്ത സഖ്യകക്ഷികളായ ഹമാസും ഹിസ്ബുള്ളയും ഇപ്പോൾ മുൻപത്തേക്കാൾ ക്ഷീണിതരാണ്.
മാത്രമല്ല സിറിയയിൽ ഇറാന്റെ വലിയ പിന്തുണക്കാരനായിരുന്ന ബാഷർ അൽ അസദ് അട്ടിമറിക്കപ്പെട്ടതും പുതിയ ഭരണകൂടം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നതും ഇറാന്റെ സ്വാധീനം കുറച്ചിട്ടുണ്ട്. റഷ്യയോ ചൈനയോ ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത കുറവാണെന്നിരിക്കെ ഇറാൻ ഒരു ഒറ്റപ്പെട്ട പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായി കൂടുതൽ സാമ്പത്തിക സഹകരണം ഉറപ്പാക്കിയതും ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എബ്രഹാം സന്ധിയിലൂടെ ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇറാൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുദ്ധം എങ്ങോട്ട് എന്ന പ്രത്യേക പരിപാടി ഞങ്ങൾ തുടരുന്നത്. നിലവിൽ ഈ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ബ്രിട്ടനെ പോലെ ഒരു കൂട്ടർ US-നെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുമ്പോൾ റഷ്യയും ചൈനയും ഇറാന് ഒപ്പമാണ് നിലപാട് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷ നിലപാട് തുടരുകയുമാണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ലോകരാജ്യങ്ങൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് നിർണായകം തന്നെയാണ്. കാര്യം ഈ യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടി വന്നാൽ അത് എസ്കലേറ്റ് ചെയ്യാനും ഈ നിലപാടുകൾക്ക് പ്രത്യേകം ഒരു വലിയ സ്വാധീനം തന്നെ അതിന് വരുത്താൻ സാധിക്കും. ആദ്യം നമുക്ക് നമ്മുടെ ഇന്ത്യ എടുത്ത നിലപാട് വെച്ച് തന്നെ നോക്കാം. യുദ്ധത്തെ അപലപിക്കുന്നു എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുള്ള 3 കക്ഷികളെയും തള്ളിക്കളയുന്ന നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷം ചേരാത്ത സമീപനം, ആരുടെയും പക്ഷം ചേരാതെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ GCC രാജ്യങ്ങൾക്ക് ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും എല്ലാ GCC രാഷ്ട്രത്തലവന്മാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 48 മണിക്കൂറിനകം വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യ, അത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. അതായത് UAE-യിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ആ ആക്രമണത്തെ, UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ ഇന്ത്യ നേരിട്ട് അപലപിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇറാനിൽ US-ഉം ഇസ്രായേലും നടത്തിയിട്ടുള്ള സംയുക്ത ആക്രമണങ്ങളിൽ ഇന്ത്യ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പക്ഷാപാതപരമാണ്. ഇറാനെ തള്ളുന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് നയതന്ത്രപരമായി ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുള്ളതെല്ലാം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളാണ്. ചൈനയുടെ നിലപാടെന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെയും US-ന്റെയും ആക്രമണങ്ങളെ അപലപിക്കുകയാണ് ചെയ്തത്. ഇറാന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും കൂടി ചൈന കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിലൂടെ ഇറാന്റെ ആക്രമണങ്ങളെ അവർ ഒരു പരിധിവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ഒരു നിഷ്പക്ഷ നിലപാട് തന്നെയാണ് ബ്രിട്ടൻ സ്വീകരിക്കുന്നത്. പക്ഷേ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായിട്ടും ബ്രിട്ടൻ എതിരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ US-ന് UK-യുടെ സൈനിക ബേസുകൾ ഉപയോഗിക്കാൻ വേണ്ടി അവർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൈപ്രസിലുള്ള US-ന്റെ UK-യുടെ സൈനിക കേന്ദ്രത്തിൽ US അവരുടെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ചില സൈനികരെയും ഉൾപ്പെടെ അയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൈപ്രസിൽ പിന്നീട് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം US ഉദ്യോഗസ്ഥരോട് സൈപ്രസ് വിടണമെന്ന് UK തന്നെ പിന്നീട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ സൈപ്രസ് ഉൾപ്പെടെ US-ന് ആക്രമണം US-ന് വിട്ടുകൊടുക്കുന്ന ഒരു നിലപാട് UK സ്വീകരിച്ചു. അപ്പോൾ അവർ പൊതുവെ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിലും ഇറാന് എതിരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യ പൂർണ്ണമായിട്ടും ഇറാന് പിന്തുണയാണ് നൽകുന്നത്. US-ന്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ നിർണായകമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതിനു മുൻപേ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇറാൻ്റെയും റഷ്യയുടെയും ഭാഗമായിട്ട് ഒരു സംയുക്ത സൈനികാഭ്യാസം എല്ലാം നടന്നിരുന്നു. അപ്പോൾ അന്ന് വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. ഇറാനെ റഷ്യ സൈനികമായി സഹായിക്കുമോ, അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയും ഇടപെടുമോ എന്നുള്ളതെല്ലാം അന്നത്തെ വലിയ ആശങ്കകളായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ട് പോലും ഇറാന് സൈനികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നില്ല എന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു രാജ്യമാണ് കാനഡ പൂർണ്ണമായിട്ടും ഇറാനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ US-ഇസ്രായേലി ആക്രമണങ്ങളെ അവർ യാതൊരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഈ ആക്രമണങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കാനഡ സ്വീകരിച്ചിട്ടുള്ളത്. കാനഡ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാടുകാരാണ് കാനഡ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനെതിരാണ്, പക്ഷേ ഇറാനെ ഈ നിലവിൽ ആക്രമിച്ച ഇത്തരം ഒരു അഗ്രഷൻ പ്രവൃത്തികൾ അത് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പങ്കാളിയായി
US സംയുക്തമായി ഇറാനെ ആക്രമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുമെന്നാണ് ഇറാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇവർ ഒട്ടാകെ ഇറാനെതിരെ തിരിയുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അറേബ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നു എന്നുള്ള നിലപാടാണ്. US-മായി അവർ ഒരു സംയുക്ത പ്രസ്താവനയും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സംയുക്ത പ്രസ്താവനയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും അവർ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. അതേസമയം ഒമാന്റെ നടപടി നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണണം. കാര്യം ഒമാൻ ഇക്കാര്യത്തിൽ മറ്റ് GCC രാജ്യങ്ങൾക്കൊപ്പം ചേരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഒമാൻ ഒരു നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒമാനിൽ 2 ഇടങ്ങളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ട് പോലും അവരിപ്പോഴും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. ഈ ഒരു ആക്രമണങ്ങൾ അത് നിർത്തണം എന്നുള്ള നിലപാട് തന്നെയാണ് ഒമാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒമാൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതിൽ ഇറാനെ തള്ളിക്കളയുന്നു എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ ആക്രമണങ്ങളെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ അപലപിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്നാൽ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് പാകിസ്ഥാനുള്ളത്. അവർ ഇറാന്റെ ആക്രമണങ്ങളെ നിലവിൽ ന്യായീകരിച്ചിട്ടില്ല. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ചൈനയുടെ ഒരു നിലപാട് ഇവർ പിന്തുടർന്നിട്ടില്ല. പ്രശ്നങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നും കൂടി പാകിസ്ഥാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാനെ പോലെ പാകിസ്ഥാനും സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്തത്, ഇതിൽ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ളത്. പക്ഷേ US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഫ്രാൻസ് ഒരു നിർണായകമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ്. അതായത് US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ ശക്തമായി ഫ്രാൻസ് എതിർക്കുന്നുണ്ട്. ഇപ്പോൾ UK-യുടേതുപോലെ ഒരു നിഷ്പക്ഷ നിലപാടല്ല ഫ്രാൻസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതായത് US-ന്റെയും ഇസ്രായേലിന്റെയും എല്ലാ ആക്രമണങ്ങളെയും അവർ എതിർക്കുകയാണ്. പക്ഷേ ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇവർ പിന്തുണയും നൽകുന്നുണ്ട്. കാര്യം ഗൾഫ് രാജ്യങ്ങളുമായി ഇവർ ഒരു സൈനിക കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ സൈനിക കരാർ പ്രകാരം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ ഫ്രാൻസ് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഫ്രാൻസ് അവരുടെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം മേഖലയിൽ വിന്യസിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നിലവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ ഈ GCC രാജ്യങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാനെതിരെ തിരിയുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ നിലവിലുള്ള സംഘർഷങ്ങളിൽ UN ഇടപെടണമെന്നാണ് ഫ്രാൻസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇതാണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ലോകശക്തികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇസ്രായേലി എയർഫോഴ്സ് വലിയ തോതിൽ തെഹ്റാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 250 ബോംബുകൾ 100 ജെറ്റുകൾ ഉപയോഗിച്ച് വർഷിച്ചു എന്ന വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായി അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഹുസൈനി ഖമേനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആരാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട മൊജ്തബ എന്ന് നോക്കാം. ഇതോടുകൂടി ഈ യുദ്ധം എങ്ങോട്ട് എന്ന പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അലി ഖമേനിയുടെ അഭാവമാണ് ഇറാനെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രധാന തിരിച്ചടി. 1979 മുതൽ ശരിയ നിയമപ്രകാരം അയത്തുള്ളാഹ് എന്ന പരമാധികാരിക്ക് വിധേയരായി ജീവിച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വൻ തിരിച്ചടിയും തീരാ നഷ്ടവുമാണ്. 1989 മുതൽ ഇറാന്റെ സുപ്രീം ലീഡറായി തുടരുന്ന ഖമേനിയുടെ മരണത്തോടെ രാജ്യത്ത് വലിയ ഭരണഘടനാപരവും രാഷ്ട്രീയപരവുമായ അനിശ്ചിതത്വമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ ഭരണഘടനാപരമായ പരമാധികാര കേന്ദ്രമാണ് സുപ്രീം ലീഡർ അഥവാ അയത്തുള്ളാഹ് പദവി. സൈന്യം, സുരക്ഷാ സംവിധാനങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, വിദേശ നയം എന്നിവയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്ന സ്ഥാനമാണിത്. അതിന് ഖമേനിയുടെ മരണത്തോടെ രാജ്യത്തിന്റെ അധികാര ഘടന തന്നെ പുനഃക്രമീകരിക്കേണ്ടതിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേര് മൊജ്തബ ഖമേനിയുടേതാണ്. ഇനി ഇറാനെ മൊജ്തബ നയിക്കുമെന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മൊജ്തബ ഔദ്യോഗിക പദവികൾ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിലും അധികാര വലയങ്ങളിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയായി വിലയിരുത്തപ്പെടുന്നു. 56 വയസ്സുള്ള മൊജ്തബ അന്തരിച്ച അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ്.
1979 ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെടുന്നതിന് ഏകദേശം ഒരു ദശകം മുൻപ് 1969 ഇറാനിലെ പ്രധാന മതകേന്ദ്രമായ മഷ്ഹദിലാണ് അദ്ദേഹം ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഏകദേശം 1987 മുജ്തബ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിൽ ചേർന്നു. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അദ്ദേഹം ഹബീബ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചു. ഇതിലൂടെ പിന്നീട് ഇറാന്റെ സുരക്ഷാ സൈന്യത്തിൽ ഉയർന്ന നിലകളിലെത്തിയ വ്യക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് സുപ്രീം ലീഡർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം മൊജ്തബ ഗോം നഗരത്തിൽ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന മത പണ്ഡിതരോടൊപ്പം പഠനം തുടരുകയും പിന്നീട് ഒരു മത സെമിനാരിയിൽ അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം 2004 മൊജ്തബ സഹ്റ അഹാദ് അദേലിനെ വിവാഹം ചെയ്തു. ഇറാനിയൻ കൺസർവേറ്റീവ് നേതാവും മുൻ പാർലമെന്റ് ചെയർമാനുമായ ഗോളം അലി ഹദാദ് അദേലിയുടെ മകളാണ് സഹ്റ. ഇവർക്ക് 3 മക്കളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിലും കുട്ടികളെ കുറിച്ച് കൂടുതലായി വിവരങ്ങൾ ലഭ്യമല്ല. ശനിയാഴ്ച നടന്ന US ഇസ്രയേൽ ആക്രമണങ്ങളിൽ മരിച്ചവരിൽ മൊജ്തബയുടെ ഭാര്യ സഹ്റയും ഉൾപ്പെട്ടിരുന്നു. മൊജ്തബ ഖമൈനിക്ക് ശക്തരായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC-യുമായി അടുത്ത ബന്ധമുണ്ട്. അടുത്ത സുപ്രീം ലീഡറാകാൻ അദ്ദേഹത്തെ പിന്തുണച്ചതും ഈ സംഘടനയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇവരുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പതിറ്റാണ്ടുകളായി തുടരുന്നതാണ്. വർഷങ്ങളായി തന്റെ പിതാവിനും ഗാർഡിന്റെ നേതൃത്വത്തിനും ഇടയിൽ ഒരു പ്രധാന ശക്തിയായി അദ്ദേഹം പ്രവർത്തിച്ചുവരുന്നു. അതുവഴി അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. സുരക്ഷാ കേന്ദ്രത്തോടെന്ന പോലെ സിവിലിയൻ മത നേതൃത്വങ്ങളുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. 2005 കൺസർവേറ്റീവ് സ്ഥാനാർത്ഥിയായ മഹ്മൂദ് അഹ്മദ് നെയ്ജാദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ താരതമ്യേന പോപ്പുലർ അല്ലാതിരുന്ന അഹ്മദ് നെയ്ജാദിന്റെ വിജയം ഉറപ്പാക്കാൻ മൊജ്തബ മത നേതാക്കളുമായും റവല്യൂഷണറി ഗാർഡുമായും ചേർന്ന് പ്രവർത്തിച്ചുവെന്ന് പലരും ആരോപിച്ചു. ഖമനേയി കുടുംബത്തിന്റെ സമ്പത്ത് സംബന്ധിച്ച് വർഷങ്ങളായി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മത ട്രസ്റ്റുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണങ്ങളിലൂടെ വലിയ സാമ്പത്തിക ശേഷി കുടുംബത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ 56 വയസ്സുകാരനായ മൊജ്തബയ്ക്ക് മാത്രം വിദേശ രാജ്യങ്ങളിൽ മില്യണുകൾ മൂല്യമുള്ള വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബൂംബർഗ് റിപ്പോർട്ട് പ്രകാരം ഭാവിയിലെ ഇറാനിയൻ സുപ്രീം ലീഡറുടെ സ്വത്തുക്കളും സാമ്പത്തിക ആസ്തികളും 100 മില്യൺ പൗണ്ട്, അതായത് ഏകദേശം 1229 കോടിയോളം വരും. ഈ സമ്പത്തിന്റെ വലിയൊരു വിഹിതം നോർത്ത് ലണ്ടനിലെ ബിഷപ്പ് അവന്യൂവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടത്തെ കണ്ണായ പ്രോപ്പർട്ടികളിൽ 11 എണ്ണത്തിന് മൊജ്തബയുമായി ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ഈ സ്വത്തുക്കളിലോ ആസ്തികളിലോ ഒന്നും മൊജ്തബയുടെ പേരില്ല. ഒടുവിൽ അദ്ദേഹത്തിലേക്ക് എത്തുന്ന നിരവധി ഓഫ്ഷോർ കമ്പനികളുടെ ശൃംഖലയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നാണ് അന്വേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത്. മൊജ്തബയുടെ ആസ്തികളിലും സ്വത്തുകളിലും ഏറ്റവും പ്രധാനം 360 കോടിയോളം വിലമതിക്കുന്ന ലണ്ടനിലെ ഒരു വീടാണ്. 2014 ലണ്ടനിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് പ്രദേശങ്ങളിൽ ഒന്നിൽ അദ്ദേഹം ഈ വീട് സ്വന്തമാക്കിയത്. കൂടാതെ ദുബായിലെ പ്രമുഖ പ്രദേശത്ത് ഒരു വില്ലയും അദ്ദേഹത്തിന്റെ സ്വത്തുവകകളിൽ ഉൾപ്പെടുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും മയോർക്ക വരെയുള്ള യൂറോപ്പിലെ ആഡംബര ഹോട്ടലുകളിലും മൊജ്തബയുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ട്. ബൂംബർഗ് റിപ്പോർട്ട് പ്രകാരം ഈ ഇടപാടുകൾക്കായുള്ള ധനം UK, സ്വിറ്റ്സർലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, UAE എന്നിവിടങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് കൈമാറപ്പെടുന്നത്. ഈ ധനത്തിന്റെ പ്രധാന ഉറവിടം ഇറാനിയൻ എണ്ണ വിൽപ്പനയാണെന്ന് റിപ്പോർട്ട് പറയുന്നു. എന്നാൽ രേഖകളിൽ ഒന്നിലും ഈ ആസ്തികൾ മൊജ്തബയുടെ പേരിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ഇറാനിയൻ ബിസിനസ്സുകാരനായ അലി അൻസാരി എന്ന വ്യക്തിയുടെ പേരിലാണ് പല രേഖകളും. ഇതിലൂടെ അൻസാരി ഇന്ന് രാജ്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒലിഗാർക്കുകളിൽ ഒരാളായി മാറുന്നു. ഒക്ടോബറിൽ ഈ അലി അൻസാരിക്ക് UK സാങ്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ തനിക്ക് മൊജ്തബ ഖമേനിയുമായി സാമ്പത്തികമായോ വ്യക്തിപരമായോ ബന്ധമുണ്ടായിട്ടില്ല എന്നാണ് അൻസാരി പറയുന്നത്. ഒപ്പം UK ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ 2019 അമേരിക്കയ്ക്ക് പ്രതിരോധം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് മൊജ്തബ. അലി ഖമേനി പൊതുജന സമിതി തേടാതെ മകൻ മൊജ്തബയ്ക്ക് തന്റെ അധികാരങ്ങളിൽ നിന്നും ചിലത് പതിച്ചു നൽകിയെന്ന് ആരോപിച്ചാണ് US അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിൽ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളെയും രാഷ്ട്രീയ പ്രതിസന്ധികളെയും കർശനമായി കൈകാര്യം ചെയ്യുന്നതിൽ മൊജ്തബയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന ആരോപണങ്ങൾ മുൻകാലങ്ങളിൽ ഉയർന്നിട്ടുണ്ട്.
ഔദ്യോഗിക സ്ഥാനം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ സ്വാധീനം രഹസ്യമായിരുന്നുവെങ്കിലും അധികാരഘടനയിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ വ്യക്തി എന്ന വിലയിരുത്തലാണ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇറാനിലെ പരമാധികാര സ്ഥാനത്തിലേക്കുള്ള മുജ്തബയുടെ ഉയർച്ച നിരവധി പേരെ പ്രകോപിപ്പിക്കാൻ ഇടയായേക്കാം. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായാണ് രൂപീകരിക്കപ്പെട്ടത്. രാജ്യഭരണത്തെ തള്ളിക്കളഞ്ഞാണ് നിലവിലുള്ള ഭരണരീതി വന്നത്. അതിനാൽ പിതാവിൽ നിന്നും മകനിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നത് പലർക്കും ഉൾക്കൊള്ളാനാകുന്ന ഒന്നല്ല. വാസ്തവത്തിൽ 2024 ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്ട് അലി ഖമീനിയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കാനായി യോഗം ചേർന്നിരുന്നു. ഈ സമയത്ത് അലി ഖമീനി തന്റെ മകനെ പരിഗണിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുജ്തബയെ പിന്തുണയ്ക്കാൻ IRGC മതപണ്ഡിതർക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതായി പറയപ്പെടുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം IRGCക്ക് വേണ്ടത് 2 കാര്യങ്ങളിൽ മേലുള്ള ഉറപ്പാണ്: കൺട്രോളും ലെജിറ്റിമസിയും. ഇത് രണ്ടും മുജ്തബ IRGCക്ക് ഉറപ്പ് നൽകുന്നു. അതുകൂടാതെ മുജ്തബയെ തെരഞ്ഞെടുക്കുന്നതിലൂടെ റവല്യൂഷണറി ഗാർഡുകളുമായി ബന്ധമുള്ള കടുത്ത നിലപാടുകാരാണ് അധികാരത്തിൽ തുടരുക എന്ന സന്ദേശമാണ് പുറത്തുവരുന്നത്. ഇറാനിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ള സൂചനയാണ് ഇത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങളുടെ ഒരു വിഭാഗം ഈ തീരുമാനത്തോട് പ്രതികൂലവും ശക്തവുമായ പ്രതികരണം പ്രകടിപ്പിക്കും. ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറാനിലെ തെരുവുകൾ കയ്യേറി ജനങ്ങൾ പ്രതിഷേധിച്ച സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മുജ്തബയും ഒരു യുദ്ധത്തെയും അന്താരാഷ്ട്ര കലാപത്തെയും ഒരേ സമയം നേരിടേണ്ടി വരുന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.